ലോക രാജ്യങ്ങൾക്കിടയിലും നയതന്ത്ര തലത്തിലും വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്. ഇന്ത്യ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഏതാണ്ട് മുഖത്ത് അടിയേറ്റ അവസ്ഥയിലായിരിക്കുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ ആക്രമിക്കുമെന്നുള്ള പേര് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി വിളിച്ചുകൂട്ടി ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിച്ചത്. പക്ഷെ അത് തിരിച്ചടിയായിപ്പോയി എന്നുള്ളത് പിന്നീട് പാകിസ്ഥാൻ മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി വിളിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. പാകിസ്ഥാൻ അതിൽ അംഗമാണ്, ഇന്ത്യ അംഗമല്ല. അതുകൊണ്ട് തന്നെ നോൺ പെർമനൻറ്റ് മെമ്പറാണ് പാകിസ്ഥാൻ 2 വർഷത്തേക്ക്. അതിനു മുമ്പ് ഇന്ത്യ അതിൽ അംഗമായിരുന്നു. അപ്പോൾ ഇതിൽ ഇന്ത്യക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കാനാണ് ആ യോഗം വിളിച്ചു കൂട്ടിയത്. പക്ഷെ ആ യോഗം വിളിച്ചു കൂട്ടിയതിൻ്റെ ഇതിൽ വെച്ച് തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ, അമേരിക്കയും റഷ്യയും ഭീകരവാദത്തെ എതിർക്കുന്നവരൊക്കെ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കി. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദൊക്കെ ഇതിൻ്റെ പിറകിലുണ്ട്. തീവ്രവാദികളെയും ഭീകരപ്രവർത്തകരെയും എന്തുകൊണ്ട് പാകിസ്ഥാൻ കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. പാകിസ്ഥാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുവെന്ന് വ്യക്തമായപ്പോൾ തന്നെയാണ് ഇന്ത്യ മിന്നലാക്രമണം നടത്തിയത്. പാകിസ്ഥാൻ്റെ 9 ഭീകര കേന്ദ്രങ്ങളിൽ, ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ 24 മിസൈലുകളാണ് ഇന്ത്യ അടിച്ചത്. ഏതാണ്ട് 80-ലേറെ ഭീകരപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഒരു തരത്തിൽ പാകിസ്ഥാൻ്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്. ഇന്ത്യക്ക് ഒരു ആത്മാഭിമാനം കൊള്ളാൻ പറ്റുന്ന അവസ്ഥ. കാരണം പഹൽഗാമിൽ 26 പേരെയാണ് പാക് ഭീകരർ കൊലപ്പെടുത്തിയത്. അതിൽ 25 പേർ ഇന്ത്യക്കാരും ഒരാൾ നേപ്പാളി സ്വദേശിയുമാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഒരുപക്ഷെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ തലത്തിലേക്കൊക്കെ അത് പോകാമായിരുന്നു. പക്ഷെ കൃത്യമായി ഇൻ്റലിജൻസിൻ്റെ വെളിച്ചത്തിൽ എവിടെയൊക്കെയാണ് ടെററിസ്റ്റ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്, അതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ കുടുംബവും അവരുടെ കൂട്ടാളികളും, ഇയാൾ മാത്രം മസൂദ് അസർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. മറ്റുള്ള 10 പേർ കൊല്ലപ്പെട്ടുവെന്ന് അസർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മസൂദ് അസറിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. 1994 അദ്ദേഹം ഇന്ത്യയിലെ ജയിലിലായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയി പകരം വിമാനം വിട്ടുകൊടുക്കുന്നതിന് ബദലായിട്ടാണ് ഈ അസറിനെ മോചിപ്പിച്ചത്. അന്ന് മുതലേ തുടങ്ങിയതാണ് ഇന്ത്യക്കെതിരെയുള്ള 10-30 വർഷമായിട്ട് തുടരുന്നു. പക്ഷേ ഇതാ അസദിൻ്റെ കൈയും കാലും ഒടിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾ മുഴുവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്യാമ്പുകൾ, ഭീകര പ്രവർത്തനം നടത്തുന്നവരുടെ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ അറ്റാക്ക് ഫലം കണ്ടിരിക്കുന്നു. അതിനു മുമ്പ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ മനോഹരമായിട്ടുള്ള പ്രവർത്തനം നടത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഭീകരപ്രവർത്തകരെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ഒരുപക്ഷെ പാക് സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ഒഴിവാക്കി ഭീകരപ്രവർത്തകരെ മാത്രം ടാർഗറ്റ് കൊണ്ട് ചെയ്ത് നടത്തിയ നീക്കം, അത് സംബന്ധിച്ചുള്ള മുഴുവൻ ഡോസിയറും തയ്യാറാക്കി അതിൻ്റെ പ്ലാൻ അടക്കം പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തു. പാകിസ്ഥാന് എവിടെയും പരാതിപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള അടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഏറ്റവും കൃത്യമായ സമയം നോക്കി 25 മിനിറ്റ് കൊണ്ടാണ് 24 മിസൈലുകൾ 9 ഭീകരപ്രവർത്തക ക്യാമ്പുകൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന 80-90 ഭീകരപ്രവർത്തകർ ആണ് കൊല്ലപ്പെട്ടത്. ഇനിയും കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കൂടുമെന്ന് പറയുന്നു. എന്നാലും പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇനി ആക്രമിക്കില്ലെങ്കിൽ ഞങ്ങളുമില്ല. അതൊരു തന്ത്രപരമായ നീക്കമായിരിക്കാം. എന്നാലും പാകിസ്ഥാൻ്റെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് സൈന്യത്തിന് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ. അതിൻ്റെ പേരിൽ 10 ഇന്ത്യൻ ഗ്രാമീണർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. എന്തായാലും ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ്. ഇന്നിപ്പോൾ മോക്ക് ഡ്രില്ല് നടത്തുന്നു. എല്ലാ വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷയാണ്. അണക്കെട്ടുകൾക്ക് മേലെ, അതുപോലെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലൊക്കെ വൻ സുരക്ഷയാണ്. ഇന്ത്യയുടെ പോർ വിമാനങ്ങളൊക്കെ റെഡിയാണ്. ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായാൽ നേരിടാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടി നൽകി എന്ന ആത്മാഭിമാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പലതവണ മന്ത്രിസഭാ യോഗവും സൈന്യത്തിൻ്റെ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു.
സാധാരണ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യുദ്ധമൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം യുദ്ധത്തിനായിട്ട്. അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. അങ്ങനെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പ്രതിപക്ഷവും ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി തിരിച്ചടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇന്ത്യയുമായി ഏറ്റുമുട്ടി തിരിച്ചടി നേരിട്ട ചരിത്രമാണുള്ളത്. 1947 പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് രാജ്യങ്ങളായി മാറിയതിനു ശേഷം 48 ആദ്യമായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ യുദ്ധത്തിൽ പാകിസ്ഥാന് തിരിച്ചടിയേറ്റു. പിന്നീട് ഏറ്റുമുട്ടുന്നത് 1965 ജനറൽ ആയൂബ് ഖാൻ ആയിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ സൈന്യാധിപനും ഒപ്പം സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് ഭരണാധികാരിയായി വന്നു. അന്നും അവർക്കൊരു മോഹം ഉണ്ടായിരുന്നു ഇന്ത്യയെ കീഴടക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഇങ്ങനെ ഒരു ആക്രമണം വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അടുത്ത് ഇന്ത്യയുടെ സൈന്യാധിപന്മാർ, പല വ്യോമസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും നാവികസേനയുടെയും തലവന്മാർ ചെന്ന് കാര്യം അറിയിച്ചു. രാത്രി തന്നെ നിങ്ങൾ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നുവെന്നാണ് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത്. അതുകൊണ്ട് അവർ അടിക്കുന്നതിന് മുൻപേ ഇന്ത്യ കയറി അടിച്ചു എന്നുള്ളതാണ് 65. ഇതേ സംഭവം തന്നെ 71 ഏതാണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്താണ് ബംഗ്ലാദേശിൻ്റെ മോചനം സംബന്ധിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ദിരാഗാന്ധിയുടെ സഹായം തേടി ഇന്ദിരാഗാന്ധി മുജീബ് റഹ്മാൻ അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ്റെ അവിടുത്തെ ഏറ്റവും സ്വാധീനമുള്ള അവാമി ലീഗിൻ്റെ നേതാവായിരുന്നു. സഹായം നേടിയ സമയത്താണ് പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ട് സ്ഥലത്താണ് ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കാതെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇന്ത്യ പെട്ടെന്ന് യുദ്ധം പ്രഖ്യാപിക്കുക അല്ല, അവരിങ്ങോട്ട് കയറി ആക്രമിച്ചു. പക്ഷെ അതിനു മുമ്പേ കറാച്ചിയിലടക്കം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മുടെ മുങ്ങിക്കപ്പലുകളും നാവികസേനയൊക്കെ എത്തിയിരുന്നു. അത് പാകിസ്ഥാൻ അറിഞ്ഞില്ല. യുദ്ധം പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ കറാച്ചി തുറമുഖം ഇന്ത്യ ബോംബിട്ട് തകർത്തു. അവരുടെ പ്രധാനപ്പെട്ട കപ്പലുകളും വിമാനങ്ങളും തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്ര വലിയ ആർമി ഉണ്ടായിട്ടും 13 ദിവസം കൊണ്ട് പാകിസ്ഥാന് അടിയറവ് പറയേണ്ടി വന്നു. 1971 ഡിസംബർ 3-ാം തീയതി 71 തുടങ്ങിയ യുദ്ധം 13 ദിവസം കൊണ്ട് ഡിസംബർ 16 അവസാനിക്കുമ്പോൾ ഏതാണ്ട് 90,000 പാക് സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അടിയറവ് പറയുകയായിരുന്നു, സറണ്ടർ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിജയം ആഘോഷിച്ചത്. 1999 4-ാം തവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത്. അന്ന് കാർഗിൽ വാർ എന്ന പേരിലാണ്. കാർഗിൽ എന്ന പ്രദേശത്ത് മഞ്ഞുകാലത്ത് ഇന്ത്യ അറിയാതെ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ഒളിച്ചു കയറുകയായിരുന്നു പാക് സൈന്യം. അത് കണ്ടെത്തിയപ്പോഴേക്കും ആട്ടിടയന്മാരാണ് അത് ആദ്യം കണ്ടത്. കണ്ടെത്തിയപ്പോഴേക്കും അവർ മുകളിൽ നിന്ന് വെടിവെക്കാൻ തുടങ്ങി. മുകളിലോട്ട് കയറുന്ന സൈനികർ പലരും മരിച്ചു വീണു. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അന്ന് കൊല്ലപ്പെട്ടതാണ്. പക്ഷേ അന്ന് റഷ്യയുടെ മിഗ് 29 ഒക്കെ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമിച്ചത്. പക്ഷേ ഇന്ത്യക്ക് മുന്നോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ, കാരണം കാർപ്പറ്റ് ബോംബിംഗ് നടത്താൻ കുറച്ചുകൂടി നല്ല വിമാനങ്ങൾ വേണമായിരുന്നു. അന്ന് ഇസ്രായേലാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത് അമേരിക്കയോട് സഹായം ചോദിച്ചെങ്കിലും അമേരിക്ക 99 സഹായിച്ചില്ല. അമേരിക്ക 65 അതുപോലെ തന്നെ 71 പിന്നീട് 99 അന്ന് പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ കുറച്ച് അന്ന് ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബംഗ്ലാദേശ് യുദ്ധം 13 ദിവസം കൊണ്ട് ജയിക്കാൻ തന്നെ കാരണം സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന പേരിൽ 7-ാം പടക്കപ്പലുമായി അമേരിക്ക, ബ്രിട്ടീഷ് നാവികസേന ഒക്കെ ഇന്ത്യയുടെ നേരെ വരികയാണ്. ഇന്ത്യയിലെ 10 നഗരങ്ങൾ ബോംബിടാനായിരുന്നു പദ്ധതി. പക്ഷേ ഇന്ദിരാഗാന്ധി അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന നിയോഡ് ബ്രഷ്നേവുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് വേണ്ടി രംഗത്തിറങ്ങും എന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അതേ തുടർന്ന് ആ ക്ലോസ് ഓപ്പൺ ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ കപ്പലുകൾ, 7-ാം പടക്കപ്പലുകൾ വരുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ 7-ാം കപ്പൽപ്പടയെ തടയാൻ വേണ്ടി ഇന്ത്യയുടെ വിക്രാന്ത് അടക്കമുള്ള വിമാനവാഹിനി യുദ്ധക്കപ്പലുമായിട്ട് നിന്നു. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അത് ലോകമഹായുദ്ധമാവുമായിരുന്നു. 13 ദിവസം കൊണ്ട് ഇന്ത്യ കീഴടക്കുകയും ചെയ്തു. കാർഗിൽ യുദ്ധത്തിലും ഇതുപോലെ ഇസ്രായേലിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഫ്രഞ്ച് നിർമ്മിതമായ മിറാഷ് 2000, അത് വലിയ ഭാരം ഉയർത്താൻ കഴിവുള്ള യുദ്ധവിമാനങ്ങളാണ്. അതുകൊണ്ട് കാർഗിലിൽ ഉയരത്തിൽ പറന്ന് ഇസ്രായേലിൽ നിന്ന് ലഭിച്ച കാർപ്പറ്റ് ബോംബുകൾ വെച്ചുകൊണ്ടാണ് അന്ന് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയുമായി നടത്തിയ പോരാട്ടത്തിൽ എല്ലായിടത്തും പരാജയപ്പെടുകയാണ് ചെയ്തത്. ആകെ അതിനൊരു തിരിച്ചടി അവരെങ്ങനെ നടത്തിയെന്നറിയില്ല. താഷ്കന്റ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ്
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി റഷ്യയിൽ പോയി മറ്റേ മധ്യസ്ഥരായിട്ട് റഷ്യ സോവിയറ്റ് യൂണിയനാണെന്ന് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എത്തിയിരുന്നു അയൂബ് ഖാൻ. പക്ഷേ അവിടെ വെച്ച് എങ്ങനെയോ വിഷം കൊടുത്തോ എന്താണെന്നറിയില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്തരിച്ച വാർത്ത ഒരുപക്ഷെ എല്ലാവരും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. എന്തായാലും 4 യുദ്ധങ്ങൾക്ക് ശേഷം 5ാമതൊരു യുദ്ധത്തിന് പാകിസ്ഥാന് കെൽപ്പുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചൈനയുടെ സഹായം തേടിയിട്ടുണ്ട്. ആകെ പാകിസ്ഥാൻ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് 2 രാജ്യങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അത് ചൈനയും തുർക്കിയുമാണ്. ഒരുപക്ഷെ ഇറാനുമായിട്ട് അടുപ്പുണ്ടെങ്കിൽ പോലും ഇന്ത്യയുമായി അടുപ്പുള്ളത് കൊണ്ടായിരിക്കണം ഇറാൻ അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അമേരിക്ക ഏതാണ്ട് ന്യൂട്രലടിച്ച് നിൽക്കുന്നത്, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അവർ തീർക്കട്ടെ. ഒരുപക്ഷെ ട്രംപിനറിയാം ഇന്ത്യ അടിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനോടും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോടും ഇന്ത്യ അറിയിച്ചിരുന്നു. അജിത് ഡോവൽ തന്നെ വിളിച്ച് അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഒരു പക്ഷം പിടിക്കാത്ത രീതിയിലാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ റഷ്യ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ റഷ്യയും യുദ്ധത്തിലാണ് യുക്രൈനിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ സൂപ്പർ പവേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊന്നും പിന്തുണ കിട്ടിയില്ല. കാരണം ഭീകരവാദത്തെ എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും? ഇന്ത്യയിലെ ഇത്ര പേര് കൊല്ലപ്പെട്ടിട്ട്, അത് ഇപ്പോൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പഹൽഗാം ഏറ്റവും അവസാനത്തേതാണ്. നേരത്തെ തന്നെ ബാലക്കോട്ട് ആക്രമണം ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ ജവാന്മാരെ പുൽവാമയിൽ ആക്രമിച്ചതിൻ്റെ പേരിലാണ്. ഉറിയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള ഒരു വലിയ ഫൈറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യക്കൊരു ആത്മവീര്യം പകരുന്ന ഒരു അറ്റാക്ക് നടത്താൻ സാധിച്ചത്. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വെറുതെ ഇരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അവർ ഇപ്പോൾ ഇല്ലെങ്കിലും തക്കം കിട്ടിയാൽ അവർ സ്ഫോടനം നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവർത്തനം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആണ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മോക്ക് ഡ്രില്ലും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അറബിക്കടൽ വഴിക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ അവർക്ക് കപ്പലുകളോ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ അയക്കാം. ഈ മുംബൈ ഭീകരാക്രമണ കേസ് അങ്ങനെയായിരുന്നല്ലോ. ബോട്ടിൽ വന്ന ഭീകരപ്രവർത്തകരാണ് മുംബൈയിൽ മരണം വിതച്ചത്, അവിടെ ബോംബ് വെച്ചത്. അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും ഈ ഭീകരപ്രവർത്തകരെ ഉപയോഗിച്ച് ഒളി യുദ്ധം നടത്തുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നയം. എന്തായാലും അതിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചത് സാധാരണമായിട്ട് ഞങ്ങളത് ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ ലോക രാജ്യങ്ങളുടെ ഒരു പിന്തുണ തേടാമായിരുന്നു. പക്ഷെ ഇത് ആക്രമിക്കാൻ പോകുന്നതും ആക്രമിച്ച് കഴിഞ്ഞ ശേഷം എവിടെയൊക്കെ ഇതിട്ടു. സാധാരണക്കാരുള്ള ഒരു സ്ഥലത്തും മിസൈൽ അടിച്ചിട്ടില്ല. എല്ലാം ഭീകരപ്രവർത്തകരുടെ ക്യാമ്പുകൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനിലെ പ്രമുഖ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തോയ്ബയ്ക്കും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനും ഒരു തരത്തിൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള അടിയാണ് കിട്ടുന്നത്. അവരൊരിക്കലും പ്രതീക്ഷ കാണില്ല ഈ തരത്തിൽ കൃത്യമായി ഇൻ്റലിജൻസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്കറിയില്ലായിരിക്കാം. എന്തായാലും ഇന്ത്യ ആദ്യഘട്ടത്തിൽ അതിഭീകരമായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ ഇപ്പോൾ ശരിക്കും വിറച്ചിരിക്കുക. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ മുന്നേ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളെ ആക്രമിച്ചാൽ ലോകം കാണില്ല എന്നാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. എന്നുവെച്ചാൽ ഞങ്ങൾ അണുവായുധം ഉപയോഗിക്കുമെന്നുള്ള തരത്തിലാണ്. പക്ഷെ അണുവായുധം പോയിട്ട് ഇന്ത്യക്ക് നേരെ ഒരു വിമാനം അയക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത് കഴിഞ്ഞാൽ ഇന്ത്യ പറയുകയും ചെയ്തു. ഇന്ത്യ പത്രസമ്മേളനം നടത്തി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മിസ്രിയും അതുപോലെ തന്നെ നമ്മുടെ 2 വനിതാ കേണൽ സ്ഥാനത്തുള്ളവരൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിൽ ഞങ്ങൾ നിർത്തുകയാണ്. പക്ഷേ ഞങ്ങളെ ഇനി ആക്രമിക്കാൻ വന്നാൽ അതിഭീകരമായി തിരിച്ചടിയായിരിക്കും, അതീവ ഗുരുതരമായിരിക്കും പ്രത്യാഘാതം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ പാകിസ്ഥാനെ പേടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നേരിട്ടുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ഇപ്പോൾ ഇറങ്ങും എന്ന് വിചാരിക്കാൻ വയ്യ. പക്ഷേ മറ്റ് ഒളി തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് നിമിഷം ഏത് മിന്നലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തുക എന്നറിയില്ല. ചൈനയുടെ ഒരുപാട് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. ചൈനയുടെ യുദ്ധക്കപ്പലുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാവർക്കും അറിയാം. കാരണം ചൈന ഇപ്പോൾ ഒരു ലോക സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയായിട്ട് വളരുകയാണ്. അതിന് ഏഷ്യയിലുള്ള ഭീഷണി ഇന്ത്യയാണ്. ഇന്ത്യക്ക് അമേരിക്കയും റഷ്യയും മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് നഷ്ടപ്പെടുന്ന വ്യാപാരം, സൈനികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇന്ത്യക്കാണ് ലഭിക്കുക. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ അമേരിക്ക കൂട്ടുകെട്ട് വരുന്ന പോലും ചൈനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ അതിർത്തിയിൽ 4 വർഷത്തിലേറെ ചൈന അതിർത്തി കയറി ഇത് ചെയ്തതാണ്. ഇപ്പോൾ അടുത്ത കാലത്താണ് അതിൽ ഏതാണ്ടൊരു സെറ്റിൽമെൻറ്റിലെത്തിയത്. അപ്പോൾ ചൈന ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ വഴി ഇന്ത്യയെ ആക്രമിക്കുക. അപ്പോൾ 15 വർഷത്തേക്ക് വികസനം പുറകോട്ട് പോകും. അത് തന്നെയാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചൈനയുടെ ട്രാപ്പിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിൽ ഇന്ത്യ വീഴരുത്
എന്നാണ് ലോകമെമ്പാടും ആഗ്രഹിക്കുന്നത്. കാരണം 140 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ സംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം. ഇവിടുത്തെ ആവറേജ് പ്രായം തന്നെ 28 വയസ്സാണ്. അത് ചൈനയുടേത് 38, അമേരിക്കയുടെ 39, ജപ്പാൻ്റെ 43, യൂറോപ്പിൻ്റെ 48 വയസ്സാണ്. ഏറ്റവും വലിയ ലേബർ ഫോഴ്സാണ് ഇന്ത്യക്കുള്ളത്. അടുത്ത 10 വർഷം കൊണ്ടൊരു സൂപ്പർ പവറായിട്ട് വരാൻ സാധ്യതയുള്ള ഇന്ത്യ ഒരു യുദ്ധത്തിൽ ചെന്ന് തലവെച്ച് കൊടുത്താൽ ഈ വികസനവും ഈ മുന്നോട്ട് വളർച്ചയും എല്ലാം പുറകോട്ട് പോകും. GDP ഒക്കെ പുറകോട്ട് പോകും. ഇത് ചൈന ആഗ്രഹിക്കുന്നു, പക്ഷേ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇന്ത്യ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തിയത്. അതിനുള്ളിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം.